ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ തിരുനാമത്തിൽ ഇതിൽ സംബന്ധിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പുതിയൊരു ദിവസം കർത്താവ് നമുക്ക് നൽകി തന്നു. രാത്രികാലം നമുക്ക് നിദ്ര നൽകി, ആലോചന നൽകി ഈ പ്രഭാതത്തിൽ നമ്മെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ കിടന്നുറങ്ങി, ദൈവം എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു എന്ന് വചനത്തിലുള്ളതുപോലെ രാത്രികാലം നമ്മൾ വിശ്രമിച്ചതിന് ശേഷം വീണ്ടും എഴുന്നേൽപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകി തന്നിരിക്കുന്നുവല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു പാട്ടിൻ്റെ ചില വരികൾ പാടാം. സ്തുതി മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. സ്തുതി മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. സ്തുതി മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. സ്തുതി മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ, മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യുഭീതി തീർത്ത നാഥനെ, മരണത്തിനാലെ നീക്കി മൃത്യുഭീതി തീർത്ത നാഥനെ. സ്തുതി മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. സ്തുതി മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് വേണ്ടി 4-ാം സങ്കീർത്തനം 6-ാം വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയും. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണം. എല്ലാ ഭവനങ്ങളിലും എല്ലാ വ്യക്തികളിലും എവിടെ നോക്കിയാലും ഈ കാലഘട്ടത്തിൽ വിശേഷിച്ച് മനുഷ്യർ ചോദിക്കുന്ന ചോദ്യമാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഈ വിഷയത്തിൽ എന്നെ ഒന്ന് കരം പിടിക്കാൻ ആരുമില്ലല്ലോ. എല്ലാവരും കാഴ്ചക്കാരെ പോലെ നോക്കി നിന്ന് ഞാൻ അപകടപ്പെടുന്നതും കഷ്ടമനുഭവിക്കുന്നതും വേദന അനുഭവിക്കുന്നതുമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സമയത്ത് എന്നെ ഒന്ന് സഹായിക്കാൻ ഒരു മനുഷ്യനുമില്ലല്ലോ. ഇതെല്ലാം അതിൻ്റെ ആഴം അറിയണമെങ്കിൽ നമ്മുടെ ജീവിതം അത് അനുഭവത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഈ വിഷയത്തിൽ എന്നെ സഹായിക്കുന്നവൻ ആര്? എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് മോശയുടെ കാലത്ത്, മോശ ജനിക്കുന്നതിന് മുൻപ് ഫറവോൻ ഒരു മിസ്രൈമിലൊരു കൽപ്പന പുറപ്പെടുവിച്ചു.
ആൺകുട്ടികളായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയണം, പെൺകുട്ടികൾ ജീവിച്ചിരിക്കട്ടെ. രാജകൽപ്പനയാണ്. നോക്കിയിരുന്ന് ഒരു ആൺകുഞ്ഞുണ്ടായാൽ, ആ ആൺകുട്ടി ജനിച്ചാൽ അതിനെ കൊന്നുകളയണമെന്ന് പറയുന്നത് ആ മാതാപിതാക്കളെ കൊല്ലുന്നതിന് തുല്യമാണ്. എന്തായിരുന്നാലും മോശയുടെ അമ്മ മോശയെ ഗർഭം ധരിച്ച് പ്രസവിച്ചു. രാജകൽപ്പന ഏറ്റവും കർശനമാണ്. ഈ പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ കൊല്ലും? മറ്റൊരു വശം പഠിച്ചാൽ, രാജകൽപ്പന ധിക്കരിച്ചാൽ, നിരസിച്ചാൽ, ആ കുഞ്ഞു മാത്രമല്ല, ആ തള്ള മാത്രമല്ല, ആ കുടുംബത്തിൽ ആരും പിന്നെ ജീവനോടെ ഇരിക്കില്ല. അത്രമാത്രം കർശനമാണ് രാജകൽപ്പന. അതുകൊണ്ട് ഭയപ്പെട്ട് സ്വന്തം കയ്യാൽ തന്നെ അനേക കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കളയും, കൊന്നുകളയും. അങ്ങനെയൊക്കെ മിസ്രയീം ദേശം മുഴുവനും ഭവനങ്ങൾ നിലവിളിയാണ്. കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാലമാണ്. ഒരു കുട്ടി ജനിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല, എല്ലാവരും ഉണ്ട്. പക്ഷേ ആ കാലഘട്ടമെന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കരുതേ എന്ന് പറയാനാണ്. എന്നാണ് ചിന്ത. കാരണം ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിനെ കൊന്നുകളയണം. എന്തായിരുന്നാലും മോശയുടെ അമ്മ ഗർഭിണിയായി പ്രസവിച്ചു. വ്യവസ്ഥ പ്രകാരം, ചട്ടപ്രകാരം, കൽപ്പന പ്രകാരം ആ കുഞ്ഞിനെ കൊല്ലണം. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ജനമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ ഇന്ന് നിലവിളിയിലാണ്. ആ നിലയിൽ നിന്നുകൊണ്ട് ആ മാതാപിതാക്കളും കുടുംബവും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്, ആർക്ക് സഹായിക്കാൻ കഴിയും? ദൈവമേ, ഗർഭം തരുന്നവനും മനുഷ്യജന്മം തരുന്നവനും ദൈവമാണ്. ഇസ്രായേലിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവന് കഴിയാത്തൊരു കാര്യവുമില്ല. പക്ഷെ ഇന്ന് അവൻ പ്രവർത്തിക്കുന്നില്ല. ഈ നിലയിലാണ് അവർ നിലവിളിക്കുന്നത്. ദൈവമേ, ഞങ്ങൾക്കൊരു നന്മ ആര് കാണിക്കും? ആർക്ക് ഞങ്ങൾക്കൊരു നന്മ കാണിക്കാൻ കഴിയും? എന്നാൽ അവിടെ ഒരു സംഭവം ഉണ്ടാകുകയാണ്. മറ്റുള്ള ശിശുക്കളെ പോലെയല്ല, ഈ ശിശുവിനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ മുഖത്ത് ഒരു ദിവ്യ സൗന്ദര്യം ഉണ്ട്. ആ ദിവ്യ സൗന്ദര്യം അതിലേക്ക് നോക്കുമ്പോൾ കൊല്ലാൻ തോന്നുന്നില്ല. ആ കുഞ്ഞിനെ പുറത്ത് കളഞ്ഞു. ഞാങ്ങണ കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കി അതിനെ നദിയിൽ കൂടി ഒഴുക്കി വിട്ടു. ഇത് ഒഴുകി ചെന്ന് ഒരു കടവിലടുത്തപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ചെന്ന് നോക്കിയപ്പോൾ ഒരു ആൺകുട്ടിയാണ്. ഫറവോന്റെ മകൾ അവിടെ കുളിക്കാൻ വന്ന സമയമാണ്. അവള് നോക്കി, ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടു. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് അലിവ് തോന്നി. അവളുടെ അപ്പൻ കൽപ്പന ഇട്ടിരിക്കുന്നതാണ്, സകല ഇസ്രായേലിന്റെ ആൺകുട്ടികളെയും നശിപ്പിച്ച് കളയണം, കൊന്നു കളയണം എന്നുള്ള കൽപ്പനയാണ്. പക്ഷെ അവൾക്ക് കൽപ്പനയേക്കാൾ അത്ര കർശനമായ കൽപ്പന ഉണ്ടായിട്ടും അവൾക്ക് അവനോട് കനിവ് തോന്നി. അവന്റെ മുഖം നോക്കിയിട്ട് അവനെ കൊല്ലാൻ തോന്നിയില്ല, ഉപേക്ഷിച്ച് കളയാൻ തോന്നിയില്ല. അവൾ അവനെ എടുത്തു വളർത്തി. മാതാപിതാക്കൾക്ക് കൊല്ലാൻ തോന്നിയില്ല,
ഫറവോന്റെ പുത്രിക്ക് കൊല്ലാൻ തോന്നിയില്ല, ഉപേക്ഷിച്ച് കളയാനും തോന്നിയില്ല. മാത്രമല്ല, അവനെ സ്വന്തം മകനെ പോലെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി രാജകീയ സൗകര്യത്തോടെ വളർത്തുവാൻ അവൾക്ക് ആ കുഞ്ഞിനോട് പക്ഷം തോന്നി. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മളിന്ന് നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി നോക്കുക. വായിച്ച സങ്കീർത്തനം നമ്മൾ ഓർത്തുകൊള്ളണം. നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. ആരുമില്ല, ഒറ്റ മനുഷ്യനുമില്ല. ദയവ് തോന്നുന്ന വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല താനും. ഒരു മനുഷ്യനും സഹതാപം തോന്നുന്നവനോ സഹായിക്കുന്നവനോ ഇല്ല. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്ന അങ്ങനെയല്ല. ഉണ്ടാകും, ഉണ്ടാകും. ശത്രു സഹായിക്കാൻ വരും. കാണുന്ന ഏവരും സഹായിക്കാൻ വരും. കൊല്ലാൻ വരുന്നവൻ സഹായിക്കും. എങ്ങനെ? ഒറ്റ കാര്യം മാത്രം മതി. കർത്താവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണം. നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറഞ്ഞ് നിരാശപ്പെടുമ്പോൾ വചനം പറയുന്നത്, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേലൊന്ന് ഉദിപ്പിച്ചാൽ. ജനിച്ച ശിശുവിന് ഒരു ദിവ്യ സൗന്ദര്യം ദൈവം തന്റെ മുഖപ്രകാശം ഉദിപ്പിച്ചപ്പോൾ അവർക്ക് അതിനെ കൊല്ലാൻ തോന്നിയില്ല. അവൻ മരിക്കാതെ രക്ഷപ്പെട്ടു. അവനെ കണ്ട ഫറവോന്റെ പുത്രി അവനെ എടുത്തു, കൊട്ടാരത്തിൽ കൊണ്ടുപോയി രാജകീയമായി വളർത്തി വലുതാക്കി. നന്മ ചെയ്തോ? ആര് ചെയ്തു? ശത്രു തന്നെ നന്മ ചെയ്തു. ചെന്നിടത്തൊക്കെയും എല്ലാവരും നന്മ ചെയ്തു. മോശയുടെ കഴിവല്ല, മോശയുടെ മിടുക്കുമല്ല. പിന്നെയോ ദൈവം തന്റെ മുഖപ്രകാശം അവനിൽ ഉദിപ്പിച്ചതാണ്. ഇന്ന് ദൈവത്തിന്റെ വചനം ഈ പ്രഭാതത്തിൽ നാം ഓർത്തുകൊള്ളുക. നാം ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കാനായി ഈ പ്രഭാതത്തിൽ തയ്യാറാകുകയാണ്. നമുക്ക് പല വിഷയങ്ങളുമുണ്ട്. ഈ വിഷയത്തിൽ എന്നെ ആര് സഹായിക്കും? ആർക്ക് ഈ വിഷയത്തിൽ എനിക്കൊരു വിടുതൽ തരുവാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ആരുമില്ല. ഒരു മനുഷ്യനും സഹായിക്കാൻ തക്കവണ്ണം പ്രാപ്തനല്ല. പക്ഷെ എല്ലാവരും സഹായിക്കും. ഒറ്റ കാര്യമുണ്ടെങ്കിൽ, കർത്താവേ, നിന്റെ മുഖപ്രകാശം എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. ഇന്ന് ഞാൻ അതിന് പോകുമ്പോൾ നിന്റെ മുഖപ്രകാശം ഉണ്ടെങ്കിൽ അവന് എന്നോട് കരുണ തോന്നും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂവിന് പോയപ്പോൾ അവിടെ ചെന്നപ്പോ പതിവില്ലാതെ ആ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പെൺകുട്ടിയോട് പക്ഷം തോന്നി, കനിവ് തോന്നി. അതാണ് ദൈവം തന്റെ മുഖപ്രകാശം ഉദിപ്പിച്ചാലുള്ള പ്രത്യേകത. ശത്രുവായിരിക്കാം, പക്ഷേ കനിവ് തോന്നിയേ പറ്റൂ. കാരണം അത് ദൈവത്തിന്റെ മുഖപ്രകാശമാണ്. ആ മുഖപ്രകാശം ഇന്ന് കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്നുവെങ്കിൽ സകലതും നമുക്ക് സാധ്യം. സകല പ്രതിസന്ധിയും നമ്മിൽ നിന്ന് നീങ്ങിപ്പോകും. നമുക്ക് പുതിയൊരു ജീവിതാനുഭവത്തോടെ ഇന്നത്തെ ദിവസം മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമാ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിനായി. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി,
യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. യേശുവേ, ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ തിരുമുഖത്തേക്ക് നോക്കുന്ന കർത്താവിന്റെ മക്കളോട് മനസ്സലിഞ്ഞ് ഇന്ന് വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ ആര് നന്മ കാണിക്കുമെന്ന് ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ, ദൈവമേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങളെ സഹായിക്കാൻ അനേകരുണ്ടാകും. ഉണ്ടാകട്ടെ കർത്താവ്, ഉണ്ടാകട്ടെ. കർത്താവിന്റെ കരം നീട്ടണമേ, കർത്താവ് പ്രവർത്തിക്കണമേ. യേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു.